മലയാളികളുടെ പ്രിയ ഗായിക കെ.എസ്. ചിത്രയുടെ പിറന്നാളാണ് ശനിയാഴ്ച. സിനിമാ ലോകത്തുള്ളവരും ആരാധകരുമെല്ലാം ചിത്ര ചേച്ചിക്ക് ആശംസ അറിയിച്ചെത്തിയിരുന്നു. 47 വർഷമായി പിന്നണി ഗാനരംഗത്ത് സജീവമാണ് ചിത്ര. തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാമായി എത്രയെത്ര ഗാനങ്ങൾക്കാണ് ചിത്ര ശബ്ദം നൽകിയിട്ടുള്ളത്. സ്റ്റേജ് പരിപാടികളിലും റിയാലിറ്റി ഷോകളിലുമെല്ലാം ചിത്ര സജീവമാണ്. ചിത്ര ചേച്ചിയെക്കുറിച്ച് സംസാരിക്കാൻ ആരാധകർക്കും പ്രിയപ്പെട്ടവർക്കും നൂറുനാവാണ്. പാട്ടിനെക്കുറിച്ച് പറയുമ്പോൾ മലയാളി മനസ്സിലേക്ക് ആദ്യം വരുന്ന പേരുകളിലൊന്നാണ് കെ.എസ്. ചിത്ര. എം.ജി. രാധാകൃഷ്ണനായിരുന്നു ചിത്രയെ പിന്നണി ഗാനരംഗത്തേക്ക് കൈപ്പിടിച്ച് കയറ്റിയത്. ആൽബങ്ങളിലൂടെ തുടങ്ങി പിന്നീട് സിനിമയിലും സജീവമാകുകയായിരുന്നു ചിത്ര. അട്ടഹാസം, സ്നേഹപൂർവ്വം, മീര, ഞാൻ ഏകനാണ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് വേണ്ടിയായിരുന്നു ആദ്യം പാടിയത്. യേശുദാസിനൊപ്പം കച്ചേരികളിലും ഗാനമേളകളിലുമെല്ലാം ചിത്ര പാടാറുണ്ടായിരുന്നു. അന്ന് മലയാള സിനിമയിൽ നിന്നും നിരവധി അവസരങ്ങൾ ലഭിച്ചതോടെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും ചിത്രയെ തേടിയെത്തുകയായിരുന്നു. ചിത്ര ചേച്ചിയുടെ പാട്ടിനൊപ്പം ചുണ്ടനക്കാനാവുന്നത് വലിയൊരു ഭാഗ്യമാണെന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത്. പിറന്നാൾ ദിനത്തിൽ ചിത്രയ്ക്ക് ആശംസ നേർന്ന് മഞ്ജു എത്തിയിരുന്നു. ഏറെ പ്രിയപ്പെട്ട ചിത്ര ചേച്ചിക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നുവെന്നായിരുന്നു മഞ്ജു കുറിച്ചത്. ചിത്രയോട് ചേർന്ന് നിന്നുള്ള ഫോട്ടോയും മഞ്ജു പോസ്റ്റ് ചെയ്തിരുന്നു. ഏറെ ഇഷ്ടമുള്ള രണ്ടുപേരെയും ഒന്നിച്ചു കാണാനായതിൻ്റെ സന്തോഷമായിരുന്നു ആരാധകർ പങ്കുവച്ചത്. അഭിനയിച്ച ആളും പാടിയ ആളും ഇടയ്ക്ക് വേദികളിൽ ഒന്നിക്കാറുണ്ട്. മഞ്ജു പാടിക്കേട്ടതിൽ ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് ചോദിച്ചപ്പോൾ പാമരം പളുങ്കുകൊണ്ട് എന്നായിരുന്നു ചിത്ര പറഞ്ഞത്. മഞ്ജു ചുണ്ടനക്കുമ്പോൾ അത് ചിത്ര പാടിയതാണെന്ന് പലപ്പോഴും തോന്നാറില്ല. അത്രയധികം സിങ്കാണ് ഇവരുടെ ശബ്ദം തമ്മിലെന്നും ആരാധകർക്ക് മുൻപിൽ പറഞ്ഞു.